അപ്പം നമ്മൾ ഇന്ന് ട്രിപ്പിൾ ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് പാസ്സാകുക എന്ന് പറയുന്നത് സാധാരണ ഒരു കുട്ടിയെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നമ്മളിന്ന് ട്രിപ്പിൾ ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പം വീട്ടിൽ വെച്ച് ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വോയിസ് ഓവർ ആയിട്ട് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പോകുന്നതിന്റെ തിരക്കിനിടയ്ക്ക് നല്ല തിരക്കാണ്. ഇപ്പൊ നമ്മൾ ലേറ്റ് ആയി, അപ്പം പെട്ടെന്ന് എത്തണം. അപ്പൊ അതിനിടയ്ക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം വോയിസ് ഓവർ കൂടെ പറയാം. സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാൻ എൻജോയ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്കായിരുന്നു. എറണാകുളത്ത് ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ പോയാലേ ശരിയാവത്തുള്ളൂ. സോ നമ്മൾ രാവിലെ 4 മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാനും അച്ഛനും കൂടെയാണ് ഫെലിസിറ്റേഷന് പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിലെത്തി. ആക്ച്വലി നമ്മളൊരു 7:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എത്തിയപ്പോൾ ഒരു 8:15 ആയി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നമ്മൾ വൈറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരെ മെട്രോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വൈറ്റിലെ മെട്രോ സ്റ്റേഷനിലെത്തി. ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ തീമാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് സിനിമയുടെ തീമാണ്. അപ്പുറത്ത് മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ ലാലേട്ടൻ. പിന്നെ ഒരുപാട് ആക്ടേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റേഷന്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിനി ചക്കരപ്പറമ്പ് ജംഗ്ഷനിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ കുറേ നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ബസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ നമ്മളൊരു റാപ്പിഡോയിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഓർത്തത് കൊല്ലത്ത് ശരിക്കും അങ്ങനെ റാപ്പിഡോ ഊബറൊന്നും വലുതായിട്ടൊന്നല്ല ശരിക്കും ഇല്ല. അപ്പോൾ അത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എത്ര കൺവീനിയന്റ് ആയിരുന്നു ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഹോളിഡേ ഇൻ ഹോട്ടലിലെത്തി. ഇപ്പം സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി 9 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 9 മണി തൊട്ട് 10 മണി വരെ രജിസ്ട്രേഷനും 10 മണിയാകുമ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എത്തിയപ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളെ ഈ ട്രിപ്പിളയുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് ഗൈഡ് ചെയ്തൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ തന്നെ ഫ്രണ്ട് 2 വെൽക്കമിങ് സ്റ്റാഫ് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെൽക്കമിങ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് എന്ത് ഡ്രിങ്ക് ആണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വെൽക്കമിങ് ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അവിടെ നമ്മൾ നേരെ പോയത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡെസ്കിലോട്ടാണ്. അവിടെ വെച്ച് നമ്മുടെ പേരും ഗ്രൂപ്പ് നമ്പറൊക്കെ പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് കൂപ്പൺ കിട്ടി. ഇത് ടെസ്റ്റിമോണിയലിൻ്റെ കൂപ്പണാണ്. പിന്നെ നമുക്ക് ഫുഡ് കൂപ്പണും കിട്ടി. അവിടെ നമ്മൾ അടുത്ത ആൾ ഗൈഡ് ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗൗണും ഹാറ്റും ഒക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ്. അവിടെ വെച്ച് നമ്മൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അവിടെ സ്റ്റുഡൻസിന് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീഡിയോ കോളിൽ ഇങ്ങനെ പണ്ടത്തെ ഫെലിസിറ്റേഷൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റിൽ സന്തോഷമാണോ പ്രൗഡ് ഫീലിംഗ് ആണോ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഞാൻ ഒട്ടിച്ച് വെച്ചതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ സ്ഥലം വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്നൊരു ഫെലിസിറ്റേഷൻ ഗൗണിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഒട്ടിച്ചതാണ്. ആ സമയത്ത് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇങ്ങനൊരു ഗൗൺ ഞാൻ ഈ വർഷം ഇടേണ്ടി വരും എന്നുള്ളത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സാം പാസ്സാവണം. പിന്നെ അതുപോലെ പാസ്സായി തന്നെ ഇങ്ങനൊരു ഫംഗ്ഷൻ വെക്കണം. ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാനതിന് പോകണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുള്ളൊരു തെളിവും കൂടെയാണത്. പിന്നെ ഈ വർഷം ട്രിപ്പിളിൽ ഓൾ ഇന്ത്യ റാങ്ക് 40 ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് റെഡ് കളറിലെ ഫാബ്രിക് കൊണ്ട് തന്നു. ഇതിന് സ്റ്റോൾ അല്ലെങ്കിൽ സാഷ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴാണ് ഒരു ഫെലിസിറ്റേഷൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് ഒഫീഷ്യൽ പ്രോഗ്രാമിലോട്ട് പോകാം.
and all kind of efforts you guys have put in, that is being appreciated here today. And we as Triple I, very proud to be a part of your journey in this. നമ്മളെ സംബന്ധിച്ച് ആക്ച്വലി ഇത് റെപ്പറ്റേഷനാണ്. ഞാൻ 2021 മുതലാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം ചില സമയത്ത് മാരിയിട്ട് എൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താണ് ഹയാത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഈവൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഈവൻറ്റിന് കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. കാര്യം നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈവൻറ്റുകളിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത്. CAക്ക് ഒരു ഓൾ ഇന്ത്യ റാങ്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അത് ട്രിപ്പിൾ ഐ സംബന്ധിച്ച് ഭയങ്കര സെലിബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നേരത്തെ തന്നെ വന്നായിരുന്നു. തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി തോന്നുന്നു പരിപാടി തുടങ്ങിയപ്പോൾ. എന്തായാലും കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദോസ് സ്റ്റുഡൻസ് ഹു മേക്ക് അപ്പ് ദ സക്സസ്, റൈറ്റ്? അടിപൊളി. CA ആയാലും CMA ആയാലും CS ആയാലും ഈവൻ CMA US ആയാലും ഇതെല്ലാം ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സാകുക എന്ന് പറയുന്നത് സാധാരണ ഒരു കുട്ടിയെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. എന്നുവെച്ചാൽ പഠിക്കുന്ന എല്ലാവരും ജയിക്കുന്ന കോഴ്സ് അല്ല നമ്മൾ ഈ പഠിക്കുന്ന ഏത് പ്രൊഫഷണൽ കോഴ്സായാലും. അതിൻ്റെതായ എഫേർട്ട് ഇട്ടാൽ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പോൾ പാസ്സായ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. പാരൻസിന്റെ സപ്പോർട്ടുണ്ട്, ടീച്ചേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിന്റെ സപ്പോർട്ടുണ്ട്. പേരൻസ് ഒന്ന് ഒരു കൈ കാണിക്കും, കൈക്ക് വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി കുറെ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പൊ അവിടെ ഭയങ്കര സന്തോഷത്തോടെ മതി പൊക്കോന്ന് കൈ കാണിക്കാം. അവിടെ നിന്ന് ആ ഒരു ഓക്കെ കുഴപ്പമില്ല. ആദ്യമായിട്ട് ഫെലിസിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ കൈയടിച്ച്. ഈ ആവേശം ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ തവണ ഫെലിസിറ്റേഷൻ വന്നിരിക്കുന്ന ആൾക്കാർ കൈകിട്ടി കണ്ടോ? ഈ ആവേശം കുറവുണ്ടില്ലേ? ഈ ആവേശത്തെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മേജർ ടാസ്ക്. ഓക്കെ, പേരെന്താ? ശ്രീകാന്തോ? ശ്രീകാന്തേ ശ്രീകാന്ത് പറയൂ. ആകെ കഷ്ടപ്പെട്ട് മടുത്ത CA പാസ്സായി. എന്നാ പിന്നെ ഇന്റർ കഴിഞ്ഞല്ലേ ഒരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ച അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാരും കേട്ടിട്ടാണ്. ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിപ്ലോമാറ്റ്സിന് പിന്നെ നമ്മുടെ CA സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്. ഓക്കെ, CA സ്റ്റുഡൻസ് ക്ലാപ്പ് ചെയ്യോ? CA ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, പക്ഷേ ഏറ്റവും കുറവ് ആൾക്കാർ ഏതാണോ അതിലോട്ടിലേക്ക് നമ്മൾ കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, CMAക്കാർ കുറച്ചാണെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കഴിയോ? ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്ക് തരുന്നതാണ് കോമ്പറ്റീഷൻ. ഓക്കെ, ശ്രീരാജ് ഏത് ബ്രാഞ്ചിലാണ് പഠിച്ചത്? കൊച്ചി ബ്രാഞ്ചിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാക്കൽറ്റിയുടെ പേര് പറഞ്ഞാൽ ആരുടെ ഫാക്കൽറ്റി പേര് പറയും? അവൻ ഡിപ്ലോമസി ഉണ്ട്, ഇംഗ്ലീഷിൽ എവരിബഡി ഈസ് ഫൈൻ. ഇവിടെ എല്ലാവരും ഓക്കെ ആണ്. ഇവരെ തോൽപ്പിക്കണമെന്ന് റെഡി ആയിട്ട് ആൾക്കാർക്ക് കൈവെക്കോ? ഒരു ചെറിയൊരു കുട്ടി ലാസ്റ്റ് ടാസ്ക് ആണ്. അപ്പൊ ദിസ് ഇസ് ടീം എ, ദിസ് ഇസ് ടീം ബി. റെഡിയാണോ? ടീം എ മാത്രം ഒന്ന് കൈയടിക്കോ? ടീം എ മാത്രം. എല്ലാവർക്കും ഭക്ഷണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ചെയ്യാൻ നന്നായിട്ട് കൈയടിക്കാം. റെഡിയല്ലേ? കൈയ്യടി മാത്രം ഫ്രീ ആണ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഒന്ന് കൈയടിക്കോ? മാർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് ബ്രാഞ്ചിൽ പഠിച്ചത് ശ്രീജിത്തു 86 മാർക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ റീസെന്റ് ടൈംസിൽ വന്നിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് ഓഡിറ്റ് പോലത്തെ പേപ്പറിൽ. ഓഡിറ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാലോ അതിലെന്തായിരിക്കും അതിന്റെ മെറിറ്റ്. അതിനുശേഷം പിന്നെ ഓരോ സബ്ജക്റ്റിനും എക്സംഷൻ കിട്ടിയ കുട്ടികളെ ഇങ്ങനെ സ്റ്റേജിൽ വിളിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. അപ്പോൾ ഓഡിറ്റിങ്ങിന്റെ എക്സംഷനാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ട് എക്സംഷൻ. അപ്പോൾ നമുക്ക് സ്റ്റേജിൽ പോയിട്ട് വരാം. പിന്നെ ഈ ഫെലിസിറ്റേഷൻ സെറമണീസിൻ്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണല്ലോ ഈ തൊപ്പി എറിഞ്ഞൊരു ചടങ്ങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ നിർത്തുമായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ പ്രൈസൊക്കെ തരുന്ന സെറമണിക്ക് മുമ്പാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസൊക്കെ തന്നുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ എല്ലാവരെയും സെറ്റ് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. ഇത് ആക്ച്വലി നല്ല വലിയൊരു ക്രൗഡുണ്ട്. കാരണം ഇത് CA ഇൻ്ററിൻ്റെയും അതുപോലെ തന്നെ CMA ഇൻ്ററിൻ്റെയും പാസ്സായ കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മൊമെന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫെലിസിറ്റേഷൻ കാണാൻ പോവാണ്. ഇത്തവണ പേരൻസിനും കൂടെ കയറാം. അത് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഫെലിസിറ്റേഷൻ
അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രോഫി എന്ന് പറയുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ഫാക്കൽറ്റി, അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള നിത്യൻ സാറെ ഞാൻ പണ്ട് കണ്ടതാണ്, അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. സോ നിത്യൻ സാറിനെ കണ്ടു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി. പിന്നെ അതിനുശേഷം നമ്മൾ ടെസ്റ്റിമോണിയൽ എടുക്കാനായിട്ട് പോയി, നമ്മൾ ട്രിപ്പിളെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറയാനായിട്ട് പോവാണ്. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇതായിരുന്നു അവിടുത്തെ ഉച്ചക്കത്തെ മെനു എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 5:30 നമ്മൾ അതിന് മുമ്പ് ഹിൽ പാലസിലൊന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ ചെൻഡിയാണ്, കാരണം ഇനി ഹിൽ പാലസിൽ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അതെല്ലാം മനസ്സിലാകത്തുള്ളൂ. സോ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ചെൻഡിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കാം. പിന്നെ അതുപോലെയാണ് എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. എൻ്റെ ചാനൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് ടാറ്റ ബൈ ബൈ.